പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ മെയിൻ സംഭവം ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. അതിനുശേഷം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഗുരുവാണെങ്കിൽ നിങ്ങളും ഇപ്രകാരം ചെയ്യുവിൻ. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതേ കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ശത്രുക്കൾക്ക് നന്മ ചെയ്യുക. സ്വന്തം ജീവൻ കാക്ഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അവന് ജീവനുണ്ടാകും. ഇതെല്ലാം കർത്താവ് പറഞ്ഞ വചനങ്ങളാണ്. പക്ഷെ ഇന്നിവിടെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഗുരു, അതിലൊരുത്തൻ തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസാണെന്ന് വ്യക്തമായി അറിയുന്ന ഗുരു, യൂദാസിൻ്റെതടക്കം കാലുകൾ കഴുകി ഊത്തുന്ന ക്രിസ്തു. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുന്നു. നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളും പരസ്പരം കാല് കഴുകി മുത്തുവിൻ. അതായിരിക്കണം ഒരു ക്രിസ്തു അനുയായിയുടെ മനോഭാവം. ഈ ഒരു മനോഭാവത്തിലേക്കൊക്കെ നമുക്ക് എത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തു അനുയായി ആയിട്ടില്ല. ഇനിയും നമ്മൾ വളരേണ്ടി ഇരിക്കുന്നു. ആധുനിക ലോകത്തെ ഒക്കെ ഇതിനെ സെർവൻ ലീഡർഷിപ്പ് എന്നൊക്കെ പറയും. പക്ഷെ ഇത് ക്രിസ്തു എന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം പ്രായോഗികമാണോ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും ഈ കുതികാല് വെട്ടുവാൻ നടക്കുന്ന ഇന്നത്തെ ലോകത്തിൽ എല്ലാവരുടെയും കാല് കഴുകി, ഇവിടെ കാല് കഴുകുക എന്ന് പറയുമ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി പാദസേവ നടത്തുന്നതും, സ്വമേധയ നമ്മൾ എത്ര ശ്രേഷ്ഠനാണെങ്കിലും സ്വമേധയ ഭൂമിയോളം താഴ്ന്ന് എളിമയോടെ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തൊക്കെ വന്നാലും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. കാര്യസാധ്യത്തിന് വേണ്ടി കാല് പിടിക്കുന്നതിനെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. നിസ്വാർത്ഥമായി ഈ ഒരു ജീവിത ശൈലി നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. മാനുഷികമായ ചിന്തകളിൽ ഇത് കൈവരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ കൃപയിൽ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ ഒരു മനോഭാവം ആണ്. അപ്രകാരം മനുഷ്യരെല്ലാം പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, അതിന് അപ്പോൾ സ്വർഗരാജ്യം ഇവിടെ തന്നെ സൃഷ്ടിക്കപ്പെടും. ഈ ഒരു തുറവിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമ്മുടെ
കപട വിശ്വാസത്തെ എല്ലാം മാറ്റി ക്രിസ്തുവിനെ പൂർണ്ണമായി ധരിച്ച് ക്രിസ്തു മനോഭാവങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിത ശൈലിക്ക് ക്രിസ്തുവിനുതകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു വിവേകത്തിനായി, ഇതിനുള്ള ശക്തിക്കായി കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.